ഇതൊരു നോർത്ത് ഇന്ത്യൻ എഗ് മസാലയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ നമ്മുടെ കേരള എറണാകുളം രീതിയിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കൊറിയാണ്ടർ ലീവ്സ് അതന്നെ ഇട്ടോ കേട്ടോ, കറിവേപ്പിലാക്കി മാറ്റാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ഒരു കറിക്ക് കൊറിയാണ്ടർ ലീവ്സ് തന്നെ ആയിരിക്കും ഇച്ചിരി കൂടി നല്ലത്. ഈ ഒരു കറി ഈ രീതിയിൽ വെക്കുമ്പോൾ അവർ വെക്കുന്നതായ ആ ഒരു രീതിയിലാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അതിലെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ. ബിരിയാണിയുടെ മസാല ആയിട്ട് അത്ര പോരാ. ബാക്കി നെയ്ച്ചോറ്, വെറുംചോറ്, ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അങ്ങനെ പത്തിരി, എല്ലാത്തിനും നല്ല സൂപ്പർ കറിയാട്ടോ. ഈ ഒരു മസാല ഈ എഗ്ഗ് കൂട്ടി ഇങ്ങനെ കടിച്ചു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോക്ക് വേഗം തന്നെ ഒരു ലൈക്ക് അടിച്ച ശേഷം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. 6-7 മുട്ടയ്ക്കുള്ള മസാല വരെ ഇതുണ്ടാവും. മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. 1 ടീസ്പൂൺ സുർക്കയും അഥവാ വിനാഗിരി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊണ്ട ഒരിപ്പോരും കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഒക്കെ മതിയാവും മുട്ട വേവാനായിട്ട്. മുട്ട വേവുന്ന സമയം കൊണ്ട് സവാള വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലക്കായിട്ട് ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. ഞാൻ ചെയ്യുന്ന ഒരു ഓർഡറിൽ തന്നെ കേട്ടോ എന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തുണ്ടായിരുന്നു. അതൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയ ശേഷം തൊണ്ട കളഞ്ഞ് അവിടെ മാറ്റി വെക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും ഒഴിക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാവാനൊന്നും നിൽക്കണ്ട. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം അല്ലെങ്കിൽ ലോയിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, പുകയോ കേട്ടോ. ഓയിൽ ചൂടായി വരുന്നതിനോടൊപ്പം നമ്മുടെ പൊടികളും ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു മുട്ട പൊട്ടി പോയിട്ടുണ്ട്, അതൊന്നും സാരില്ല. മുട്ട അതിൽ നിന്ന് മാറ്റിയ ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈയിലേക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് സവാള കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് സവാള വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റുക. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലകൾ എടുത്ത് വെക്കാനുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. പട്ട 1.5 ഇഞ്ച്, ഒരു 5 ഏലക്ക, 5 കറിയാമ്പൂ, തക്കോലം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഇടാം കേട്ടോ. കായ് കളഞ്ഞിട്ട് ഇടാം. പിന്നെ പെരിഞ്ചീരകം ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി സവാളയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വേവുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരച്ചെടുക്കണം. 1 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി, രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി, 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കണേ. അത് ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പേസ്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ, നമുക്ക് ലാസ്റ്റ് പച്ചമുളക് അരിഞ്ഞിടാം. ഈ ഒരു സമയം കൊണ്ട് സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയി ഉണ്ടായിരുന്നതിൻ്റെ ഒക്കെ പകുതിയായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒത്തിരി കുറച്ചിടണ്ട കേട്ടോ, മീഡിയം ഹൈയിലിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടെടുത്ത ശേഷം കുറച്ച് സമയം ഇങ്ങനെ കിടന്നൊന്ന് കുക്കാവണം കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞ് കളറൊക്കെ മാറി വരും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലകളുടെ ഒരു ബാറ്റർ റെഡിയാക്കാം. 4 ടേബിൾ സ്പൂൺ നോർമൽ പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ ഒടിച്ച് നല്ലൊരു പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കുക്കായ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വല്ലാതെ പുകയാന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് 2 പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായിട്ട് വാടിയാൽ മതി, അല്ലാതെ അലന്ന ഇതിലേക്ക് ചേരണ്ട. ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു ഭംഗിയാണല്ലോ. ഫൈനൽ സ്റ്റേജിൽ പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത് നല്ലതാട്ടോ നമ്മുടെ കറിക്ക്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തത് പഞ്ചസാര കേട്ടോ. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടെടുക്കുക, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എല്ലാവരും കൂടി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നന്നായിട്ട് ചൂടായ വെള്ളം ഒഴിക്കുക കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രേവി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച ശേഷം ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം മീഡിയം ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് ഗരം മസാലയാണ്, അതൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. ഗ്രേവി നിങ്ങളുടെ പാകത്തിനായി കഴിഞ്ഞ് എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇറക്കാം, ഇതിലും വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വറ്റിക്കാം. എന്താണ് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്, ഭംഗിക്കും പിന്നെ ഒരു നല്ല ഫ്ലേവറിനൊക്കെ കൂടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ലീവ്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും അടിച്ചു വെച്ച ശേഷം എടുക്കാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, വെറുതെ കഴിക്കാനും പോലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലകളുടെ ഒരു കുത്തൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 വെച്ചാട്ടോ വീഡിയോ ഇടുന്നത്. വെളുപ്പിന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണാൻ. അടുത്ത വീഡിയോ മിക്കവാറും ചക്ക വറുത്തതിന്റെ റെസിപ്പി ആയിരിക്കും കേട്ടോ. ചക്ക വറുത്തത് കുറച്ച് ദിവസമായിട്ടുണ്ട് എടുത്ത് വെച്ചിട്ട്. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചക്ക വറുക്കാൻ പറ്റിയ ചക്ക എങ്ങനെ തിരിച്ചറിയും, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ വറുത്തിട്ട് നന്നാത്തവര് അത് തീർച്ചയായിട്ടും കാണണേ.